ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. തല അജിത്തിന്റെ വിവിധ ലുക്കുകൾ കാണാൻ ഇടയായ ഒരു വർഷമായിരുന്നല്ലോ ഈ 2024. അജിത്തിന്റെ പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന അടുത്ത തമിഴ് സിനിമയായ വിടാമുയർച്ചി എന്ന സിനിമയുടെ ഏറ്റവും പുതിയ സ്റ്റില്ലുകൾ വന്നിരിക്കുകയാണ്. അജിത്, തൃഷ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന സിനിമ പൊങ്കൽ റിലീസായിട്ട് അടുത്ത മാസം ജനുവരി 9 തിയേറ്ററുകളിലേക്ക് എത്തും. ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നു. ക്രിസ്മസ് റിലീസായിട്ട് മലയാളത്തിൽ നിന്നും ആദ്യ സിനിമ മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ആഷിഖ് കപൂർ സംവിധാനം ചെയ്യുന്ന റൈഫൽ ക്ലബ്ബ് ഡിസംബർ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു. സിനിമയുടെ ട്രെയിലർ ഡ്യൂറേഷൻ ഏറിയ സമീപകാല ഒരു മലയാളം സിനിമയുടെ ട്രെയിലർ ആണെങ്കിലും ചിത്രത്തിന്റെ ആകെ ഡ്യൂറേഷൻ 2 മണിക്കൂറിൽ താഴെ ആയിരിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. നാളെ രാവിലെ 10 മണിയോടെ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് കേരളത്തിൽ ആരംഭിക്കുന്നതാണ്. ടൊവിനോ തോമസിന്റെ നരിവേട്ട എന്ന ത്രില്ലർ സിനിമയുടെ മുഴുവൻ ചിത്രീകരണം ഇപ്പോഴത്തെ പാക്കപ്പ് ആയിരിക്കുകയാണ്. അടുത്ത വർഷം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. 2025 എന്ന അടുത്ത മാസം ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരുപാട് മലയാളം സിനിമകളിൽ ഒന്നാണ് പ്രാവൻകൂട് ഷാപ്പ്. സൗബിൻ ബേസിൽ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയുടെ ട്രെയിലർ നാളെ വൈകിട്ട് 6 മണിക്ക് റിലീസ് ചെയ്യുന്നതാണ്. സിക്കന്ദർ എന്ന സിനിമയുടെ ടീസർ ഈ മാസം റിലീസ് ചെയ്യുന്നു. ഡിസംബർ 27 സൽമാൻ ഖാൻ ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്യുക. അടുത്ത 2-3 അപ്ഡേറ്റുകൾ ലാലേട്ടൻ മമ്മൂട്ടി സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. മലയാളത്തിലെ വമ്പൻ മൾട്ടി സ്റ്റാർ സിനിമയാണല്ലോ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിൽ തുടർച്ചയായി ചിത്രീകരണം നടക്കുന്ന MMN. ശ്രീലങ്കയിലെ സിനിമയിലെ വമ്പൻ ഷെഡ്യൂളിന് ശേഷം ഇപ്പോഴത്തെ ദുബായിൽ സിനിമയുടെ ചിത്രീകരണം നടക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ലാലേട്ടൻ ഇനി ഈ സിനിമയിൽ ഷെഡ്യൂളുള്ളത് ഈ മാസം അവസാനമാണ്. ഡിസംബർ അവസാനത്തോടെ സിനിമയിലേക്ക് ലാലേട്ടൻ ജോയിൻ ചെയ്യുന്നതാണ്. മലയാളത്തിലെ അടുത്തൊരു ഹൃദയഹാരിയായ സിനിമയായിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന സിനിമയാണല്ലോ സത്യനന്ദിക്കാടിന്റെ ലാലേട്ടൻ സിനിമയായ അടുത്ത വർഷത്തിലെ ഓണക്കാലത്ത് റിലീസ് ചെയ്യുന്ന ഹൃദയപൂർവ്വം. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഷൂട്ടിംഗ് ആരംഭിക്കുന്ന സിനിമയുടെ ലൊക്കേഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. നേരത്തെ കൊച്ചിക്ക് പുറമെ പൂനെ ആയിരിക്കും സിനിമയുടെ ലൊക്കേഷൻ എന്നായിരുന്നു റിപ്പോർട്ടെങ്കിൽ ഇപ്പോഴത്തെ പൂനെയല്ല, ഗുജറാത്ത് ആയിരിക്കും സിനിമയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലൊക്കേഷൻ. മമ്മൂട്ടി ചിത്രം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ അടുത്ത തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന മമ്മൂട്ടിയുടെ പുതിയ സിനിമയായ സിനിമ അടുത്ത മാസം ജനുവരി 23 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. സിനിമയുടെ മുഴുവൻ ഡബ്ബിംഗ് വർക്കുകൾ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. GVMന്റെ മമ്മൂട്ടി സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.